ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ദുൽഖർ സൽമാൻ നായകനായി എത്തിയ കാന്ത മൂന്നാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ ഒരു ഞായറാഴ്ച മികച്ച ഒരു ദിവസമാകും ഈ സിനിമയ്ക്കെന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് മോർണിംഗിൽ തന്നെ. ഏതായാലും സിനിമ ഗംഭീരമായിട്ടാണ് ശനിയാഴ്ച അവസാനിപ്പിച്ചത്. കേരള ബോക്സ് ഓഫീസിൽ ഞെട്ടിക്കുന്ന കളക്ഷൻ തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ചു ഏറെക്കുറെ 50 ലക്ഷം രൂപ സിനിമ കളക്ട് ചെയ്യും, മാക്സിമം 70 ലക്ഷം രൂപ വരെ ശരിക്കുമുള്ള ഗ്രോസ് കളക്ഷൻ വരുമെന്ന്. അവിടെ ഇത് ഞെട്ടിക്കുക തന്നെയാണ് ചെയ്തത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് ഓർമ്മിപ്പിക്കുക കൂടെ ചെയ്യുന്നു. മണിക്കൂറിൽ ഇപ്പോൾ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്ന 2000-ഓളം ടിക്കറ്റുകളാണ് മോർണിംഗ് സെഷനിൽ തന്നെ. ഇന്നലെ ഫൈനലായിട്ട് സിനിമയുടേതായി വിറ്റുപോയത് 84,000-ന് മുകളിലുള്ള ടിക്കറ്റുകളുമായിരുന്നു. ആദ്യ ദിനം 74,000-ഓളം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ വിറ്റുപോയെങ്കിൽ രണ്ടാം ദിനം അതിൽ മുകളിലേക്കുള്ള നമുക്ക് ടിക്കറ്റ് വിൽപ്പന കാണാനും കഴിയുന്നു. ഇനി കളക്ഷൻ ഡീറ്റെയിലേക്ക് കടന്നു വരാം. ഇന്നലെ 762-ഓളം ഷോകളിൽ നിന്ന് 44,000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ സിനിമയ്ക്ക് 18.5% ഒക്യുപ്പൻസി വന്നത്. അതായത് 73,61,000 രൂപയോളമാണ് സിനിമയ്ക്ക് ട്രാക്ഡ് ഗ്രോസ് കളക്ഷനായി വന്നത്. അതായത് സിനിമ ഇന്നലെ 95 ലക്ഷം രൂപയ്ക്ക് അടുത്ത്, അല്ലെങ്കിൽ 1 കോടിക്ക് അടുത്തേക്ക് എത്തിയെന്ന് തന്നെ പറയാം. ആദ്യ ദിനം 1,11 ലക്ഷം രൂപ നേടിയ ചിത്രത്തിന് രണ്ടാം ദിനം 95 ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് നേടാൻ കഴിഞ്ഞു. ഇവിടെ വലിയ രീതിയിലുള്ള ഒരു ഡീഗ്രേഡിങ്ങും ഒപ്പം എല്ലാത്തരം പ്രേക്ഷകരെയും ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ തൃപ്തിപ്പെടുത്തുന്ന ചിത്രമല്ല എന്നുള്ളൊരു പേര് കൂടി വന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമയ്ക്ക് ഇടിവ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ പ്രതീക്ഷിച്ച ഇടിവിനേക്കാൾ മുകളിലാണ് ഇതിൻ്റെ കളക്ഷൻ കയറി വന്നത് എന്നുള്ളത്. ഒരുപക്ഷെ 50 ലക്ഷം തൊട്ട് 70 ലക്ഷം രൂപ നേടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ഇതുവരെ നമുക്ക് ഗ്രോസ് ആയിട്ട് വന്നിരിക്കുന്നത് 1,60 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ. അതായത് സിനിമ 2 കോടിക്കടുത്തേക്ക് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഓൾറെഡി എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ 2 കോടി കടന്നിരിക്കുന്നു എന്ന് തന്നെ പറയാം. വേൾഡ് വൈഡായിട്ട് സിനിമയ്ക്ക് ആദ്യ ദിനം 10.5 കോടിയാണെങ്കിൽ രണ്ടാം ദിനം 10 കോടിക്ക് മുകളിൽ ഉണ്ടാകുമെന്നുള്ളതും ഇപ്പോൾ ഏറെക്കുറെ ഉറപ്പിച്ചിരിക്കുന്നു. അതായത് 2 ദിനങ്ങൾ കൊണ്ട് സിനിമ 21 കോടിയോളം നേടിയിരിക്കുന്നു. ഇന്നത്തെ കളക്ഷനോട് കൂടി തന്നെ സിനിമ 30 കോടി കടക്കും എന്നുള്ള ആ ഒരു റേഞ്ചിലേക്ക് സിനിമ എത്തുകയാണ്. എന്താണെങ്കിലും വലിയ നെഗറ്റീവ് പബ്ലിസിറ്റി ഇതിനിടയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പൊട്ടിപ്പുറപ്പെടുവിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് ജനങ്ങൾ ഈ ഒരു സിനിമയെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം നമുക്ക് കാണാൻ കഴിഞ്ഞു. എന്താണെങ്കിലും ഒരു കൊമേഴ്ഷ്യൽ എൻ്റർടൈനർ എന്നുള്ള ആ ഒരു ചേരുവയ്ക്ക് ഇടിവുള്ള ഈ ഒരു ചിത്രം പക്ക ഒരു ആർട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ചിത്രമാണെങ്കിൽ പോലും ആ ഇറക്കിയ സമയത്ത് ഈ സിനിമയെക്കുറിച്ച് അണിയറ പ്രവർത്തകർ തന്നെ ഉണ്ടാക്കിയ ആ ഒരു വാദം, അല്ലെങ്കിൽ അവർ തന്നെ കൊണ്ടുവന്ന് മുന്നോട്ട് വെച്ച ഒരു കാര്യം തന്നെയാണ് ഒരുപക്ഷെ ഇതിനെ നെഗറ്റീവ് അടിക്കാനുള്ള ഏറെയും കാര്യമായി തോന്നുക. കാരണം പ്രീമിയർ ഷോയിലൊക്കെ എക്സ്ട്രാ ഓർഡിനറി ഹെവി പോസിറ്റീവ് വന്ന ചിത്രം അതിൻ്റെ കലാമൂല്യത്തിനും അഭിനയത്തിൻ്റെ ചാരുതയിലുമായിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ അത് കണ്ടിറങ്ങുന്ന പല ജനങ്ങൾക്കും പഴയകാല സിനിമയിലേക്ക് എത്താനുള്ള, അല്ലെങ്കിൽ ആ ഒരു താല്പര്യക്കുറവാണ് നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ഡീഗ്രേഡിങ്ങിലേക്ക് നടക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം ശക്തമായ ഒരു ഡീഗ്രേഡിങ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ ഒപ്പം ഡീഗ്രേഡ് ചെയ്യപ്പെടാൻ ദുൽഖറിനും കഴിയുക, അല്ലെങ്കിൽ ദുൽഖറിനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അവർക്കൊപ്പം വളരുമെന്നുള്ള ആ ഒരു ഭയം പലർക്കും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം, ദുൽഖർ വളരെയധികം വളർന്നിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പലർക്കും അതൊരു ഭയവുമാണ്. അതുകൊണ്ട് തന്നെ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഈ ഒരു സിനിമ മികച്ച രീതിയിൽ തന്നെയാണ് ഈ മൂന്നാം ദിവസവും പോകുന്നത്. ഒരുപക്ഷെ ആദ്യ 2 ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ നേടുന്ന ദിനമായി മാറും ഈ ഒരു മൂന്നാം ദിനം എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു ചിത്രത്തിന് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും നല്ല ലെവലിലുള്ള ഒരു കളക്ഷൻ നേടാൻ കഴിയുന്നു എന്നുള്ളതും സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് മലയാളത്തിൽ ഈ ഒരു തമിഴ് വെർഷനിൽ വരുന്ന സിനിമയ്ക്ക് ഇത്രത്തോളം കളക്ഷൻ വരില്ല എന്ന് നമ്മൾ പ്രതീക്ഷിച്ചുവെങ്കിൽ അതിന് മുകളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഈ ഞായറാഴ്ച ഇനിയും ഈ 2 ദിവസങ്ങളിലെ കളക്ഷൻ വെച്ച് നമ്മുടെ എക്സ്പെക്റ്റേഷന് മുകളിലേക്ക് പോയതുകൊണ്ട് തന്നെ ഉറപ്പിക്കാം ഇന്നും 1 കോടിക്ക് മുകളിൽ ട്രാക്ഡ് കളക്ഷൻസിലേക്ക് എത്തുമെന്നുള്ള പ്രതീക്ഷയുമായിട്ട്. അപ്പോൾ കാത്തിരിക്കുന്നു നിങ്ങളുടെ കമൻസുകൾക്കും കാര്യങ്ങൾക്കുമായിട്ട്. ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു കളക്ഷൻ റിപ്പോർട്ടുകൾ വരാൻ ഉച്ചയോളമാകും. ഇന്നലെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ 8 കോടിക്ക് നേടുമെന്നുള്ള പ്രതീക്ഷയായിരുന്നെങ്കിൽ ഇന്ന് വന്ന കണക്കുകൾ 10.5 കോടിയോളമാണ്. അത് എന്താണേലും ഇന്ന് 2 ദിവസങ്ങൾ കൊണ്ട് സിനിമ 20 കോടി കടക്കും എന്നുള്ളത് ഉറപ്പിക്കാം. വീഡിയോസ് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് തരണം. ഒപ്പം നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് 65,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും ഗ്രേറ്റ് മീഡിയാസ്.